ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉത്തർപ്രദേശിലെ ഒരു മിർസാപൂർ എന്ന ഒരു ടൗണിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ കൂട്ടുകുടുംബത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇത് എൻ്റെ ഒരു കസിനാണ്. അവരുടെ ഈ കൂട്ടുകുടുംബത്തിലെ മക്കളാണ് ഈ കാണുന്നത്. എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകളാണ് ഇത്. ഈ വീട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നീളൻ വീടാണ്. ഇത് ഈ ഷട്ടറൊക്കെ ഇട്ട് ഈ ഷട്ടർ തുറന്ന് നമ്മൾ പുറത്തോട്ട് നോക്കിയാൽ ഈ കാണുന്നത് ഇവിടെ ഒരു സൈക്കിളൊക്കെ വെക്കാനുള്ളൊരു സ്ഥലം, പിന്നെ നേരിട്ട് ഈ റോട്ടിലേക്കാണ് ഇറങ്ങുന്നത്. എല്ലാവരുടെ വീട്ടിൽ നിന്നും നേരെ റോട്ടിലേക്ക് പ്രവേശനം. ഇതൊരു ചെറിയ മിർസാപൂർ ഒരു ജില്ലയാണ് ഉത്തർപ്രദേശിലെ. എന്നിരുന്നാലും അതിലെ ഒരു ചെറിയ സ്ട്രീറ്റിലാണ് ഇങ്ങനെയുള്ള നീളൻ പെരയാണ്. അവിടുന്ന് അത് ആ ബൈക്കൊക്കെ വെച്ചിരിക്കുന്നിടത്ത് ഒരു നമ്മൾ കണ്ട പോലെ ഒരു കട്ടിലെല്ലാം ഇട്ട് നേരെ ഈ വീടിൻ്റെ ഉൾഭാഗം ഇങ്ങനെ നീളത്തിൽ ഇവിടെയും ഒരു സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് കയറി പോകാൻ ഒരു കോണിയും അതിന് താഴത്തെ കുളിക്കാൻ ഓപ്പണിൽ കുളിക്കാൻ ഒരു ഏരിയയും അതിൻ്റെ പുറകിലായിട്ട് ഒരു ബെഡ്റൂമും, മുകളിൽ കയറി വന്നാൽ ഈ ഒരു ഓപ്പൺ സ്പേസും, ഈ സ്പേസിന് ഉള്ളിലോട്ട് കടന്നാൽ ഒരു കിച്ചനും, നല്ല സൗകര്യത്തോടു കൂടിയ ഒരു കിച്ചനും, അത് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമും, ആ കൂട്ടുകുടുംബത്തിലെ മെമ്പേഴ്സും. അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നാൽ ഈ വീട്ടിൽ നിന്ന് ഇത് വീണ്ടും തിരിച്ചു അപ്പുറത്തെ സൈഡിലേക്ക് കടന്നാൽ അവിടെയും ഒരു ബെഡ്റൂമും, അതിന് സൈഡിൽ കൂടെ മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പുമാണ് ഉള്ളത്. അങ്ങനെ ചെറിയ ഒരു ഏരിയയിൽ സന്തുഷ്ടമായി കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഒരു സ്പേസ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ റൂം. ഇതാണ് എൻ്റെ കസിൻ്റെ ഭർത്താവ് അമാൻ. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ഈ വീട്ടിൽ 3 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും ഉൾപ്പെടെ ഞാനും അവരുടെ സിസ്റ്ററും 2 മക്കളും ഇപ്പോൾ വെക്കേഷനും കൂടെ വന്ന് 16 പേര് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബമാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ അമാനും കൂടി അടുത്തുള്ള ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. വെള്ളച്ചാട്ടത്തിൽ മഴ ഉണ്ടെങ്കിലും ശക്തമാവാത്ത കാരണം അങ്ങനെ വെള്ളമൊന്നും അധികം നിറച്ച് കാണാൻ സാധിച്ചില്ല. ഇവിടെയൊക്കെ കമ്പി വേലി ഇട്ടിരിക്കുന്നത് കാണാം. നല്ല ശക്തമായ മഴയിൽ ഈ പ്രദേശത്തൊക്കെ വന്ന് സന്ദർശകർക്ക് നിന്ന് കാണുന്നതിനുള്ള ഏരിയയാണ്. അപ്പുറത്തേക്ക് ഈ ശക്തമായ വെള്ളത്തിലേക്ക് ഒഴുക്കിൽപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ കമ്പിവേലിയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പച്ചപ്പോക്കിലുള്ള നല്ല ഒരു സ്ഥലമാണ്. വെള്ളമൊക്കെ ചാടി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒത്തിരി കല്ലുകളൊക്കെ ഇങ്ങനെ പല തട്ടുകളായാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ട് അമ്മാൻ എന്നെ ഇങ്ങോട്ട് ഒത്തിരി ദൂരത്തിൽ ഇനിയുണ്ട്, അത് കാണാമെന്ന് പറഞ്ഞ് അമ്മാൻ മുന്നേ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ അമ്മോനോട് ചോദിച്ചു എങ്ങനെയാണ് നമ്മുടെ കസിൻ ധന്യമായിട്ടുള്ള വിവാഹം. അപ്പോൾ ധന്യ ഗുജറാത്തിലാണ് ജനിച്ചു വളർന്നത്. ധന്യയുടെ അമ്മ അവിടെ ഒരു സ്കൂളിലെ ടീച്ചറാണെന്നും അവിടെ ഗുജറാത്തിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് അവർ പരിചയപ്പെട്ട് അങ്ങനെ വിവാഹം നടത്തിയതാണെന്നും അവർ പറഞ്ഞു. ധന്യയ്ക്ക് മലയാളം സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ, മലയാളി കണക്ഷൻ അത്ര തന്നെയില്ല. ഈ കൂട്ടുകുടുംബത്തെപ്പറ്റി അവരോട് സംസാരിച്ചപ്പോൾ അമാൻ പറയുന്നത് കേരളത്തിലെ അണുകുടുംബങ്ങളെ പറ്റിയാണ് അവൻ എന്നോട് സംസാരിച്ചത്. ഇവിടെ കൂട്ടുകുടുംബമുണ്ടെങ്കിൽ പുറമേൽ നിന്നുള്ള ആക്രമണങ്ങളോ അതോ ഒരു പ്രശ്നമൊന്നുമില്ല. അവൻ്റെ സഹോദരിയുടെ വീട്ടിൽ 30 പേർ, ഒരു കോമ്പൗണ്ടിലുള്ള 2 വീടുകളിലായി 30 പേരാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി ജോൺപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു വിശ്വസിക്കാൻ തന്നെ വളരെയധികം പ്രയാസം തോന്നി. അങ്ങനെയൊക്കെ കൂട്ടുകുടുംബം ഉണ്ടോ എന്ന്. ഇവിടെ രാവിലെ ആയ കാരണം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു നീരുറവയൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ എന്തോ ഒരു ആലിൻ്റെ ഒരു തെയ്യൊക്കെ വെച്ച് ഒരു മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ തത്സമയം ഫോട്ടോ എടുത്തു കൊടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട്. അതുപോലെ അവിടെ ഇവിടെയെല്ലാം കുറേശ്ശെ ടൂറിസ്റ്റുകൾ വന്ന് ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങ് താഴേക്ക് നോക്കിയാൽ വെള്ളമൊന്നുമില്ല, എന്നാലും
അതിശക്തമായി വെള്ളം ഒഴുകുന്ന സമയത്ത് ഉള്ള ഒരു ഏരിയ ഞങ്ങൾ കണ്ട് ഇതിലൂടെയെല്ലാം നടന്ന് ഞാൻ ഈ കൂട്ടുകുടുംബത്തെ പറ്റി ആലോചിച്ച്, നമ്മുടെ അവിടെയാണെങ്കിൽ 30 പേർ താമസിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് തിരിഞ്ഞും കൂടി നോക്കില്ല, പേടിച്ച്. ഇതാണ് എൻ്റെ ഒപ്പം വന്ന എൻ്റെ പിള്ളേരാണ്, കുട്ടികൾ. ഞാൻ പോലോ നിത്യ, प्रांडल, प्रतीक, आदित, ഉദിത്, नीरज, അരുൺ, सौरभ, സൗരവ്, अमन, അമൻ. ഓക്കെ, then go. ഇതും കണ്ട് ഈ കെട്ടിലൂടെ ഞങ്ങളെല്ലാം അങ്ങനെ നടന്നു പോവുകയാണ്. അവരുടെ പുറകിൽ ഞാനുമുണ്ട്. അടുത്തത് ഇതൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ചെക്ക് ഡാം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്. ഒരു ചെറിയൊരു ചെക്ക് ഡാം തന്നെയാണിത്. മറ്റേ ഷട്ടറുകളൊന്നും ഇല്ലാത്ത ഇതൊക്കെ ഇങ്ങനെ തടയണ പോലെ കെട്ടി ഇവിടുന്ന് ഒഴുകി താഴത്തേക്ക് വരുന്ന വെള്ളമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത് തടയണമൊക്കെ കെട്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. മഴ ശക്തമാവുമ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ അതിവിശാലമായി പരസ്യം ഞങ്ങളുടെ ഒപ്പം വന്ന സ്വറൂപ് പയ്യൻ തന്നെയാണ്. അപ്പോൾ അമാൻ ഇതെല്ലാം എന്നെ കാണിച്ചു തരാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മൾ ഇവിടെ വലിയ വലിയ ഡാമുകളൊക്കെ കണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ പോത്തുണ്ടി ഡാമിൽ പോലും ഇല്ല. പോത്തുണ്ടി ഡാമിൽ കെട്ടു മാത്രമേ ഉള്ളൂ, ഷട്ടർ ഇല്ലാത്ത ഒരു ഡാമാണ്. അതുപോലെ തന്നെ ഇതിനെ ഡാം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചെക്ക് ഡാം. ഇങ്ങനെ കെട്ടി വെള്ളം തടയണ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു പ്രദേശവും കണ്ട് ഞാൻ ഇവരുടെ കൂട്ടുകുടുംബത്തെ പറ്റി ആലോചിച്ച് ഇന്ന് ഇവരുടെ ഒപ്പം അവിടെ കൂടി എനിക്ക് UP സ്റ്റൈൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അതൊക്കെ കഴിച്ച് എൻ്റെ ഈ യാത്രയിലെ നല്ല ഒരു അനുഭവവുമായി ഞാൻ ഇന്ന് മുന്നോട്ട് പോകുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.